ഹലോ ഗായ്സ്. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് തുടങ്ങാമേ. 1612 ജർമ്മനിയിലെ ഓക്സ്ബർഗിൽ ഒരു കപ്പിൾസ് അവരുടെ വിവാഹ ജീവിതത്തിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങളിന് ഒരു പരിഹാരം തേടി മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് അവരത് ഓക്കെ ആയി കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രീസ്റ്റ് അദ്ദേഹം ഇങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു പിക്ചർ അവർ ചെയ്യിപ്പിച്ചതായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു ഏഞ്ചൽ ഈ കുരുക്കുകളുള്ള കെട്ടുകൾ മാതാവിൻ്റെ കൊടുക്കുകയും മാതാവ് അത് അഴിച്ചഴിച്ച് വേറൊരു ഏഞ്ചലിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ പിക്ചർ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ഭയങ്കര ഭക്തിയോടുകൂടി ഞാൻ ഈ അധികം നാളായിട്ടില്ല ഇതേക്കുറിച്ച് കേട്ടിട്ട്. ഞാനത് കേട്ട് ഇങ്ങനെ കുറച്ച് ഇൻറ്റൻഷനൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് എനിക്കത് അതിനകത്തൊരു ഇൻറ്റൻഷൻ നടന്നു കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഭക്തിയായേ. സോ ഞാനിതിൻ്റെ ഒരു ഹിസ്റ്ററി ഇങ്ങനെ തിരഞ്ഞപ്പോഴായിരുന്നു അത് ജർമ്മനിയിലെ ഓക്സ്ബർഗിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ് ഉള്ളതെന്നൊക്കെ അറിഞ്ഞു. സോ ഞാനിവിടെ ജർമ്മനിയിൽ ജീവിക്കുന്ന കാരണം ഞാൻ ഓക്കെ തന്നെ ഒന്ന് പോവാം എന്നോർത്ത്. എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് ദൂരെയാണ്. ട്രെയിനാകുമ്പോൾ ഒരു ഫസ്റ്റേക്ക് മാത്രമേ ഒരു 17 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഹോൾ നൈറ്റ് ട്രാവൽ ചെയ്തു. ഞാൻ രാവിലെ അവിടെ 8 മണിയായപ്പോൾ എത്തി. അത്ഭുതം എന്ന് പറയട്ടെ, ജർമ്മനിയിലെ എല്ലാ ട്രെയിൻസും ഓൾമോസ്റ്റ് എപ്പോഴും ലേറ്റായിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നവുമില്ലാണ്ട് ആ ട്രാവൽ ഭയങ്കര സ്മൂത്തായിരുന്നു. എല്ലാം കറക്റ്റ് സമയത്ത്, എല്ലാം പെട്ടെന്ന് അധികം ഒരു ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാണ്ട് വളരെ ഭംഗിയായിട്ട് പോയിട്ട് വരാൻ പറ്റി. സോ ഐ എം സോ മച്ച് ഇങ്ങനെ ഡീപ്ലി മൂവ്ഡ് എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ഒരു സന്തോഷമായിരുന്നു. മാതാവിനെ കണ്ട് ഞാൻ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുർബാനയും കൂടി. അപ്പം എനിക്ക് എന്തോ അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടൊരു എനർജിയാണ് തന്നെ. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. കണ്ടു നോക്കൂ. താങ്ക് യു.